കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 2 CCTVകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ ഏറെ നേരം ജയിലിൽ ചെലവഴിക്കുന്നത്, ഏറെ സമയമെടുത്ത് ജയിലിൽ ചാടുന്നതിന്റെ തെളിവായി ഈ ദൃശ്യങ്ങൾ മാറുകയാണ്. ഒപ്പം പുറത്തു വന്ന ചിത്രങ്ങളിലും എങ്ങനെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എന്നത് വ്യക്തമാക്കുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫും ശ്രീ സുഭാഷ് ബാബുവും ഒപ്പം CK വിജയനും ഫെലിക്സും നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ സുഭാഷ് ബാബു, സുപ്രീം കോടതിയാണല്ലോ ഗോവിന്ദച്ചാമി എന്ന കൊടും കുറ്റവാളിയുടെ വധശിക്ഷയിൽ ഇളവ് വരുത്തിയത്. അന്ന് കോടതി ചോദിച്ചൊരു ചോദ്യം കേരളമാകെ ഞെട്ടലോടുകൂടി കേട്ടതാണ്. ഗോവിന്ദച്ചാമി എന്ന ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിടാനാകുക എന്ന ചോദ്യം ചോദിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന കീഴ്ക്കോടതി വിധിയെ അതിനെ മറികടന്നുകൊണ്ടാണ് സുപ്രീം കോടതി വധശിക്ഷയിൽ ഇളവ് വരുത്തിയത്. പക്ഷെ ഒറ്റക്കയ്യനായ ഒറ്റക്കയ്യന് ഒരു പെൺകുട്ടിയെ എങ്ങനെ ക്രൂരമായി കൊല്ലാനാകുമെന്ന ചോദ്യം വീണ്ടും പ്രസക്തമാകുന്നത് ഈ ഒറ്റക്കയ്യൻ എങ്ങനെയാണ് 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിക്കടന്ന് മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ ചാടിക്കടന്ന് പുറത്തേക്ക് പോയത്? അപ്പോൾ കോടതിയിൽ വന്ന ആ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി കൂടിയായി മാറുകയല്ലേ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ? അല്ല, അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ടെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ നേരത്തെ സൗമ്യ കേസിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കണ്ട വിവരങ്ങൾ നമ്മളെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു ട്രെയിനിൽ തന്നെ ഏതാണ്ട് 35 കിലോമീറ്റർ വരെ സ്പീഡിലുള്ള ട്രെയിനിൽ അദ്ദേഹത്തിന് ഒരു കൈ ഉപയോഗിച്ച് ചാടി കയറാനും അതേമാതിരി ഒരു കൈയുടെ സഹായത്തോടുകൂടി അവിടുന്ന് ചാടി ഇറങ്ങാനും അതേമാതിരി തന്നെ 2 വണ്ടികൾ സമാന്തരമായിട്ട് പോവുകയാണെങ്കിൽ ഒരു വണ്ടിയിൽ നിന്ന് മറ്റേ വണ്ടിയിലേക്ക് അദ്ദേഹത്തിന് വളരെ അനായാസം കയറാൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൈ കൊണ്ടുള്ള മറ്റേ കൈക്ക് സ്വാധീനമില്ലെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നൊക്കെയുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ അന്ന് തെളിവിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ രീതിയിൽ അവിടെ അപഗ്രഥിക്കുകയാണെങ്കിൽ, കാരണം സുപ്രീം കോടതിയിൽ കേസെത്തി കഴിഞ്ഞാൽ അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫാക്ട്സ് ഒന്നും അല്ല നോക്കുക. അവരെ സംബന്ധിച്ചിട്ട് അവിടെ അതിൻ്റെ ആകെ മൊത്തം നോക്കിയതിന് ശേഷം ഇത് സംഭവിക്കാമോ ഇല്ല, അതിനകത്ത് ലീഗലായിട്ട് എന്തെങ്കിലും ആസ്പെക്റ്റ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കുള്ളൂ. മറ്റേത് അവിടെ ശ്രദ്ധിക്കാറില്ല. അതൊക്കെ നോക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, പ്രത്യേകിച്ച് അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് അതേമാതിരി ട്രെയിനിൽ തൂങ്ങി താഴെ ഇറങ്ങി അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് സ്വാഭാവികമായിട്ട് ജഡ്ജിമാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. കാരണം ഇത്രയും ഭീകരനാണ് ഈ ഇദ്ദേഹം എന്നുള്ളത് അന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്നിപ്പം അങ്ങനെ തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെളിവും കൊണ്ട് ഞാൻ കോടതിയിലോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഈ തെളിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബോധ്യം, അന്ന് സുപ്രീം കോടതി പറഞ്ഞതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങളുടെ യഥാർത്ഥ കിടപ്പുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സുപ്രീം കോടതി അവധാനതയില്ലാതെ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വിധിയാണ് എന്ന് നമുക്ക് പറയാം, ആരോപിക്കാം. എന്നതിനപ്പുറത്തേക്ക് ഒന്നും ആ കേസിൽ ഇനിയും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ അടുത്ത കേസെടുത്തതിനെ സംബന്ധിച്ചു ആ കേസിൽ പരമാവധി 10 വർഷം വരെ ശിക്ഷ കിട്ടും. അതുപോലെ തന്നെ PDPP ആക്റ്റൊക്കെ ഉണ്ട്, അതിന് ചെറിയ ശിക്ഷയുള്ളൂ. അപ്പോൾ അതിന് പരമാവധി ശിക്ഷ കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കൂടെ അദ്ദേഹം അവിടെ കിടക്കും എന്ന് വിചാരിക്കുക. പിന്നെ ഈ ജീവപര്യന്തം എന്നുള്ളത് എത്ര നാളത്തെ കിടക്കണമെന്ന് പ്രത്യേകിച്ച് പറയാത്തതുകൊണ്ട് 16 കൊല്ലം 14 കൊല്ലം എന്നൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. അതൊന്നും നിയമത്തിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം തന്നെ. അപ്പോൾ അങ്ങനെ അത് പക്ഷേ നമ്മുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് പഴയ ആളുകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ തടവുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ട ഒരു കീഴ്വഴക്കമാണത്. അത് ഇനിയും മാറി ചിന്തിക്കണം. ഇനി അതങ്ങനെ വേണ്ട, എല്ലാവർക്കും അങ്ങനെ കൊടുക്കരുത് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമോ എന്ന് ചോദിച്ചാൽ എത്തേണ്ടതാണ്, എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം സ്ഥാപിത താല്പര്യങ്ങൾക്ക്, രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് ഈ 14 താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി നോക്കിയാൽ മതി. അതിൽ മുകളിലോട്ട് എന്തായാലും കൊണ്ടുപോകാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല, ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ശരി. അപ്പം നമുക്കെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിട്ട് ജനങ്ങൾക്ക് ജീവിക്കണം. അത് നിരവധി കേസുകളുണ്ടായാലും അതിൽ ചുരുങ്ങിയൊരു ശതമാനം മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. അതെന്താ അറിയോ, സംശയത്തിനതീതമായി ഈ ഗോവിന്ദച്ചാമിയാണിത് ചെയ്തതെന്ന് പറഞ്ഞല്ല, ഗോവിന്ദച്ചാമി തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ പോരാപ്പോൾ ഗോവിന്ദച്ചാമി അല്ലാതെ മറ്റാരുമല്ല ചെയ്തതെന്ന് തെളിയിച്ചാൽ മാത്രമേ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള സംശയാതീതമായി കേസ് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ തെളിവുണ്ട് എന്നുള്ള രീതിയിൽ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ശിക്ഷിച്ചതിന് ശേഷം അവിടെ ചെല്ലുമ്പോൾ ഫാക്ട്സ് ശ്രദ്ധിച്ചില്ല. ഫാക്ട്സ് നോക്കിയിരുന്നു എങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ കോടതി കുറച്ചുകൂടെ ഗൗരവതരമായ ഒരു വീക്ഷണം അതിനകത്ത് എടുക്കുമായിരുന്നു. അത് സാധാരണ അവർ പരിഗണിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടു പോയത്. പക്ഷേ ഇനിയിപ്പം ഉള്ള കേസുകളിൽ 10 കൊല്ലം, പിന്നെ അതുപോലെ തന്നെ ഈ ലൈഫ് എന്ന് പറയുന്നത് എത്ര കാലം വേണമെന്ന് ഗവൺമെൻറ് അങ്ങ് നീട്ടിക്കൊണ്ടുപോകുമ്പോൾ അയാൾ പോട്ടെ, സുപ്രീം കോടതി വരെ പോട്ടെ, അതുവരെ നമുക്ക് തർക്കിക്കാമല്ലോ.
അപ്പോൾ അതിനൊക്കെ ഒരു പശ്ചാത്തലം ഇവിടെ രാഷ്ട്രീയ തീരുമാനത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. എന്തായാലും അദ്ദേഹത്തിന് വലിയ സഹായം പുറത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അങ്ങനെയാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ പുറത്ത് അങ്ങനെ ഇദ്ദേഹം യഥേഷ്ടം സൗകര്യപ്രദമായിട്ട് മറ്റാളുകളുടെ കണ്ണിപ്പെടാതെ പുറത്തിറങ്ങിയതിന് ശേഷം രക്ഷപ്പെടാൻ ഒരു സാഹചര്യം ഒരുക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ബാഹ്യമായ സഹായം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമ്മൾ ഉറപ്പിക്കാം. അദ്ദേഹം സ്വന്തമായിട്ടായിരിക്കും ഇത് ആസൂത്രണം ചെയ്ത് പ്രവർത്തിച്ചതൊക്കെ. ശരി, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത് എന്നത് കൂടി കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. മറ്റാരുടെയും സഹായം ലഭിച്ചു എന്ന സംശയങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന തരത്തിലാണ് ഇതുവരെയും പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. പ്രത്യേകമായി സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ജയിൽ വകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ ജയിലിലുണ്ടായ വീഴ്ച, ആ ദൃശ്യങ്ങൾ സ്വയം സംസാരിക്കുന്നുമുണ്ട്. ആരുടെയും കണ്ണിൽപ്പെടാതെ, CCTV ക്യാമറകളിൽ പതിഞ്ഞുവെങ്കിലും ആരുടെയും കണ്ണിൽപ്പെടാതെ കൊടും കുറ്റവാളി ജയിലിന് പുറത്തേക്ക് പോകുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തിച്ചിരിക്കുന്നത്.